ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഭാഗ്യവചന ധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ലോകം മുഴുവനും ഉള്ള വിശ്വാസി സമൂഹം കർത്താവിൻ്റെ ജനനപ്പെരുന്നാൾ ആഘോഷിക്കുകയാണല്ലോ. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസിക്കട്ടെ. പിറക്കുവാൻ ഇടം തേടി അലയുന്ന ക്രിസ്തുമസ് കാലഘട്ടത്തിലെ ഏറ്റവും ചിന്തനീയമായ പ്രതീകമാണ്. കന്യക മറിയാമും യൗസേപ്പും കൂടി ബേത്ലഹേമിൻ്റെ തെരുവോരങ്ങളിലൂടെ കർത്താവിൻ്റെ ജനനത്തിന് ഇടം തേടി യാചിച്ച് നടക്കുന്ന കാഴ്ച വളരെ ദയനീയമാണ്. പ്രപഞ്ച സൃഷ്ടിയിൽ എല്ലാവർക്കും അവരവരുടേതായ സ്ഥാനവും ഇടവും നൽകി സഞ്ചാരപഥങ്ങൾ ക്രമീകരിച്ച ദൈവം തൻ്റെ സ്വന്തമായ ഇടം നഷ്ടപ്പെട്ട വേദനയിൽ ഇന്നും അലഞ്ഞു തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. സൃഷ്ടിയിൽ സർവ്വചരാചരങ്ങൾക്കും ജീവജാലങ്ങൾക്കും പ്രപഞ്ചശക്തികൾക്കും നക്ഷത്രജാലങ്ങൾക്കും സൂര്യനും ചന്ദ്രനുമെല്ലാം അതാതിൻ്റെ സ്ഥാനം ദൈവം നൽകി. പ്രസ്തുത സ്ഥാനത്ത് സ്ഥിരപ്പെടുത്തുകയും ഉത്തരവാദിത്തങ്ങൾ നൽകുകയും ചെയ്തു. ഈ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായും ചിട്ടയായും നിർവഹിക്കുന്നത് കൊണ്ടാണ് പ്രപഞ്ചത്തിൻ്റെ താളവും മനോഹാരിതയും ക്രമീകൃതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്ഥാനസ്ഥിതമായ താളക്രമം തെറ്റിക്കുകയോ ചെയ്യുമ്പോൾ പാളം തെറ്റിയ ട്രെയിൻ പോലെ വലിയ വലിയ അപകടങ്ങളും എല്ലാ മേഖലകളിലും അസ്വസ്ഥതകളും സംഘർഷങ്ങളും അരാജകത്വവും ഉണ്ടാവുകയും സാമൂഹ്യ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവുകയും ചെയ്യുന്നത്. റോഡുകളിൽ കൃത്യമായി വരച്ച് കാണിച്ചിരിക്കുന്ന ട്രാക്കുകളും കളിക്കളങ്ങളിലെ ബൗണ്ടറി രേഖകളുമെല്ലാം ഓരോരുത്തരുടെ സ്ഥാനത്തെക്കുറിച്ചും ഉത്തരവാദിത്വത്തെക്കുറിച്ചും അവരവരെ ബോധ്യപ്പെടുത്തുന്ന രേഖകളാണ്. നാം നിസ്സാരമെന്ന് കരുതി തള്ളിക്കളയുന്ന മണൽ പോലും വിചാരിക്കുക അതിൻ്റേതല്ലാത്ത സ്ഥാനത്ത് കയറിക്കിടന്നാൽ ചൂലെടുത്ത് അടിച്ചുവാരി അതിന് കിടക്കേണ്ട സ്ഥലത്തേക്ക് നാം ഇടാറില്ലേ? ഈ പശ്ചാത്തലത്തിൽ വേണം തൻ്റെ സ്ഥാനം തേടി അലയുന്ന ദൈവത്തെ നാം തിരിച്ചറിയേണ്ടത്. പ്രപഞ്ച സൃഷ്ടിയിൽ സകല ചരാചരങ്ങൾക്കും അതാതിൻ്റെ സ്ഥാനം നൽകി ക്രമീകരിച്ച ദൈവം തനിക്കായി തിരഞ്ഞെടുത്ത ഇടം മനുഷ്യൻ്റെ ഹൃദയമായിരുന്നു. കാരണം സ്നേഹസമ്പന്നനായ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മനുഷ്യരോട് കൂടെ വസിക്കുക എന്നതായിരുന്നു. പിൽക്കാലത്ത് ഈ ആഗ്രഹം ദൈവം മോശയോട് വെളിപ്പെടുത്തുന്നത് നാം പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ കാണുന്നുണ്ടല്ലോ. ഇപ്രകാരം മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഇടം കണ്ടെത്തിയ ദൈവം മനുഷ്യനോട് ഒരു വ്യവസ്ഥ മാത്രം കർശനമായി നിർദ്ദേശിച്ചിരുന്നു. ജീവിതത്തിൽ നന്മയും തിന്മയും തിരഞ്ഞെടുക്കേണ്ട സന്ദർഭം വരുമ്പോൾ എന്നോടുകൂടെ ആലോചിക്കണം. ഈ വ്യവസ്ഥ പാലിച്ചിടത്തോളം കാലം മനുഷ്യൻ സ്വർഗീയ സുഖം അനുഭവിച്ച് ഏദൻ തോട്ടത്തിൽ ദൈവത്തോടൊപ്പം ആഹ്ലാദിച്ച് ജീവിച്ചു. എന്നാൽ വളരെ പെട്ടെന്ന് മനുഷ്യൻ സാത്താൻ്റെ വഞ്ചനയിൽ വശീകരിക്കപ്പെട്ടു. ദൈവവുമായുള്ള വ്യവസ്ഥ തെറ്റിച്ചു. ദൈവത്തിന് നൽകിയിരുന്ന അവകാശവും സ്വാതന്ത്ര്യവും സാത്താന് നൽകി. സാത്താനെ ഹൃദയത്തിൽ കുടിയിരുത്തി ദൈവത്തെ ഹൃദയത്തിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ദൈവത്തിനുണ്ടായ ഹൃദയവേദന എത്ര വലുതായിരിക്കണം! താൻ സ്വന്തമായി തനിക്കായി നിർമ്മിച്ച ഭവനത്തിൽ നിന്ന് തന്നെ ഇറക്കി വിടുകയും തൻ്റെ ആജന്മ ശത്രുവായ സാത്താന് അവിടെ അധികാരവും അവകാശവും നൽകുകയും ചെയ്യുക എന്നത് എത്ര ക്രൂരമായ വഞ്ചനയാണ്! അതോടുകൂടി ആണ് പ്രപഞ്ചത്തിൻ്റെ താളക്രമങ്ങളെല്ലാം തെറ്റിയത്. ക്രൂരതയും വഞ്ചനയും ചതിയും കൊലപാതകവും അഹങ്കാര മനോഭാവവും സ്വാർത്ഥതയും ചൂഷണവും അധികാര കൊതിയും എല്ലാം കൊടികുത്തി വാഴുന്ന വൈകൃത മുഖങ്ങളോടുകൂടിയ ലോകം അങ്ങനെ വിരൂപമായ തരത്തിൽ സൃഷ്ടിയിൽ മാറ്റപ്പെടുകയാണ്. ഇന്നും തൻ്റെ ഇരിപ്പിടമായി താൻ തിരഞ്ഞെടുത്ത തൻ്റെ വീട്ടുവാതിക്കൽ ഉടമസ്ഥനായ ദൈവം ദയനീയമായ സ്വരത്തിൽ മുട്ടിക്കൊണ്ട് ചോദിക്കുന്നു, കണ്ടാലും ഇതാ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്ത് വന്ന് അവൻ എന്നോടും അത്താഴം കഴിക്കും. വെളിപാട് പുസ്തകം 3:20 നാം വായിക്കുന്നുവല്ലോ. ഇവിടെയാണ് ദൈവത്തിൻ്റെ സ്ഥാനം നാം ദൈവത്തിന് കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഇടം ദൈവത്തിന് കൊടുക്കുവാൻ നമുക്ക് കഴിയുന്നത്? നമ്മുടെ ഇടത്തെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ ഇടം, അതായത് നമ്മുടെ ഹൃദയം, ദൈവത്തിന് നൽകുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. നമ്മുടെ ഇടം നമ്മെ ബോധ്യപ്പെടുത്തുവാനാണ് നമ്മുടെ പിതാക്കന്മാർ ദേവാലയങ്ങൾക്ക് ഇടവക എന്ന പേർ നൽകിയിരിക്കുന്നത്. നമ്മുടെ വകയായ ഇടം അല്ലെങ്കിൽ സ്വന്തമായ ഇടം എന്നാണ് അതിൻ്റെ അർത്ഥം. ആ ഇടവക എന്ന് പറയുന്നത് നമ്മുടെ ഇടവക പള്ളിയോടനുബന്ധമായി കെട്ടിപ്പൊക്കിയിട്ടുള്ള സ്ഥാപനങ്ങളോ വസ്തുക്കളോ ഒന്നുമല്ല. മറിച്ച് ആ പള്ളിയോട് ചേർന്ന് നമുക്ക് അന്തി ഉറങ്ങുവാൻ തിരിച്ചിട്ടിരിക്കുന്ന 6 അടി 3 അടി ഭൂമിയാണ്. ഓരോ മനുഷ്യനും സ്വന്തമായി ഈ ലോകത്തിലുള്ളത് അതുമാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിയുവാനാണ് പിതാക്കന്മാർ അതിന് ഇടവക അല്ലെങ്കിൽ വകയായ ഇടം എന്ന് പേര് വിളിച്ചിരിക്കുന്നത്. ഈ ലോകത്തിൽ നമ്മൾ ലക്ഷങ്ങളോ കോടികളോ മുടക്കി വസ്തുവകകൾ വാരിക്കൂട്ടിയാലും
അതിനെ ഒന്നും നമ്മൾ ഇടവക എന്ന് വിളിക്കാത്തത് അതൊന്നും നമ്മുടെ സ്വന്തമല്ലാത്തത് കൊണ്ടും ഇവിടെ ഇട്ടേച്ച് പോകേണ്ടത് കൊണ്ടും ആണ്. ആകയാൽ മനുഷ്യൻ തനിക്ക് ഈ ലോകത്തിൽ സ്വന്തമായി 6 അടി മണ്ണ് മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിയുവാനും താൻ വളരെ നൈമിഷികനും നശ്വരനുമാണ് എന്ന് മനസ്സിലാക്കുവാനും കഴിയുമ്പോൾ മാത്രമേ അനശ്വരനായ ദൈവത്തെ തൻ്റെ ഹൃദയത്തിൽ കുടിയിരുത്തുവാനുള്ള ആവശ്യം അവന് ബോധ്യമാവുകയുള്ളൂ. കാരണം അനശ്വരനായ ദൈവം തൻ്റെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ താനും അനശ്വരനായി മാറുന്നു എന്നും നിത്യതയിൽ ദൈവത്തോട് ചേർന്ന് അനശ്വരനായി ജീവിക്കുവാനുള്ള അവസരമാണ് അതിലൂടെ സംജാതമാകുന്നത് എന്നും ഉള്ള തിരിച്ചറിവ് അപ്പോൾ അവന് ലഭിക്കുന്നു. ഇപ്രകാരം ദൈവത്തിൻ്റെ ഇടം ദൈവത്തിന് തിരിച്ചു നൽകുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ താളക്രമം സന്തുലിതമാവുകയാണ്. സൃഷ്ടിയുടെ ഉദ്ദേശലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുകയാണ്. ആദിയിലെ ഏദൻ തോട്ടമായി ലോകം മാറുകയും ചെയ്യുകയാണ്. ആകയാൽ ദൈവത്തിൻ്റെ ഇടം ദൈവത്തിന് നൽകുവാൻ ഈ ക്രിസ്തുമസ് കാലഘട്ടത്തിൽ നമുക്ക് കഴിയട്ടെ. ക്രിസ്തുമസ് അർത്ഥപൂർണമാകട്ടെ. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.